അപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ല, അവിടെ BJP-യുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ കൂടുതൽ സീറ്റുകളിൽ BJP ആണ് മത്സരിക്കുന്നത്. BDJS-ന് എവിടെ ശക്തി ഉണ്ടോ അവിടെ BDJS മത്സരിക്കുന്നു. അപ്പൊ അതില് പ്രത്യേകതയായിട്ട് ഒന്നും കാണുന്നില്ല. അത് പാർട്ടിയുടെ ഉന്നത തലത്തില് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണത്. ഞങ്ങൾ ഏറ്റവും ആദ്യം അനൗൺസ് ചെയ്ത കുന്നത്തുനാടിലാണത്. കുന്നത്തുനാടില് ബൂത്ത് തല കമ്മിറ്റികൾ വരെ പൂർത്തിയാക്കി, ചുമരെഴുത്തുകള്, അങ്ങനെ എല്ലാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ അനൗൺസ് ചെയ്ത എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനം സജീവമായിട്ട് നടക്കുന്നു. രാഹുൽ ഗാന്ധി എങ്ങനെ വയനാട് വന്നു? രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചു, ആർക്കും ഒരു പരാതി ഉണ്ടായില്ല, അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അഖിൽ മാരാറിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഉള്ളത്, അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെയാണ് സ്ഥിരമായിട്ട് വീട് മേടിച്ച് താമസിക്കുന്നത്. അദ്ദേഹം ഇന്ന് കൊട്ടാരക്കരക്കാരനല്ല, ഇന്ന് തൃക്കാക്കരക്കാരൻ തന്നെയാണ്. ഇത് രണ്ടുമല്ല, വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ 20 പേര് എടുത്തു കഴിഞ്ഞാൽ 20 വ്യത്യസ്ത തലങ്ങളിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചിരിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും പൊതുവെ സ്ത്രീകൾക്ക് ഒരു മൾട്ടി ടാസ്കിങ് പവർ ഉള്ളതാണല്ലോ, എബിലിറ്റി ഉള്ളതാണല്ലോ. അപ്പൊ അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയുമാണ്. അപ്പൊ അവർക്കും ഒരു വിഷമം തട്ടാത്ത രീതിയിൽ അവരുടെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും ഇപ്പൊ ഈ 2020-യുടെ നമ്മുടെ തൃപ്പൂണിത്തുറ എന്ന എനിക്ക് തന്ന അമ്മയും അച്ഛനും തുല്യമായിട്ടുള്ള ആ ഒരു സ്ഥലം പോലും എന്റെ ഉള്ളിൽ, കൈക്കുള്ളിൽ ഭദ്രമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഈ കുന്നത്തുനാട് എന്ന് പറയുന്നത് സംവരണ മണ്ഡലമാണത്. കഴിഞ്ഞ 2-3 ടേമുകളായിട്ട് സംവരണ മണ്ഡലമാണത്. അപ്പൊ ഈ സംവരണ മണ്ഡലത്തില് കുന്നത്തുനാട് മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഈ സ്ഥാനാർത്ഥികൾക്ക് അതാത് പ്രദേശങ്ങളിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഇവിടെ ഇപ്പോ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായിട്ടിരുന്ന ആളുകള്, ബ്ലോക്ക് പ്രസിഡന്റ്മാരായിട്ടിരുന്ന ആളുകള്, അങ്ങനെയുള്ള പല ആളുകളും 2020-ൽ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു MLA എന്നുള്ള രീതിയിൽ മത്സരിക്കാൻ ഉള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടെത്തിയപ്പോ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. 2020-ലേക്ക് സ്വാഗതം. വളരെ പ്രധാന അതിഥിയായിട്ടുള്ളത് ലക്ഷ്മി പ്രിയ. 2005-ല് നരൻ എന്ന ഹിറ്റ് സിനിമയിലൂടെ സിനിമാ ജീവിതം തുടങ്ങിയ ഒരു ആക്ട്രസാണ്. 245-ലധികം സിനിമകളില് അഭിനയിച്ചു. അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണ്. BJP-യുടെ പ്രചരണ വേദികളില് തിളങ്ങിയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ലക്ഷ്മി പ്രിയ മത്സരിക്കുന്നത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലാണ്. പെരുമ്പാവൂരിന്റെ ഏറ്റവും ഒരു ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം കൊണ്ടുവരാനും അവിടെ വിജയിക്കാനും സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ലക്ഷ്മി പ്രിയ, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോ ഇനി എന്താ പറയാൻ വിളിച്ച് പറയാം. ഒരുപാട് സന്തോഷം. 2020-യെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ തൃക്കാക്കരയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 2020-യെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, ഇങ്ങനൊരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോ ഒരുപാടൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം പൊതുപ്രവർത്തന രംഗം എന്ന് പറയുമ്പോൾ നമ്മൾ പോയിട്ട് വോട്ട് ചോദിക്കുമ്പോൾ ആദ്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ഇപ്പൊ 2020-യെ സംബന്ധിച്ച് വലിയൊരു പാത 2020 ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികച്ച, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകയാണ് കിഴക്കമ്പലം പഞ്ചായത്തില് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മോദിജി എന്താണോ ഭാരതത്തിന് വേണ്ടിയിട്ട് ഭാരതം ഒട്ടാകെ ചെയ്തു വെച്ചിരിക്കുന്നത്, അപ്പം 2020 NDAയുടെ ഭാഗമായി അപ്പോ വികസന പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും 2020-യുടെ ഒരു വലിയ പങ്കാളിത്തം ഭാരതമെമ്പാടും കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അതില് ഞാനും ഒരു ഭാഗമാകുമ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസവും സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. ബാംഗ്ലൂരാണ്, ആലപ്പുഴയാണ്.
ഇപ്പൊ ഞാൻ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. ഇനി പെരുമ്പാവൂരിലേക്ക്. പക്ഷെ ഒരു 20 minutes യാത്രയേ ഉള്ളൂ. വീടൊന്നും മാറേണ്ടി വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ മാറേണ്ടി വരുള്ളൂ. ജയിച്ചു അല്ല, ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. പക്ഷേ ഒരു 10 വർഷമായിട്ട് BJP-യുടെ പ്രചരണ വേദികളിലെല്ലാം സജീവമായിട്ട് പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്.